കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. ഇതെന്താടാ ഈ കാണിക്കണേ? ഞാന് അമ്മാവനൊരു സപ്പോർട്ട് ചെയ്തല്ലേ താളം പിടിച്ചത്. മാതിരി താളം പിടിച്ചിട്ട് എന്റെ താളത്തിനൊത്ത് തുള്ളി തുള്ളിയിട്ടപ്പോ ഞാൻ ഈ പരുവത്തിലായത്. അതെ, എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇതുവരെ വല്ല കാര്യം നടന്ന? തിരുവനന്തപുരത്തുള്ള എന്റെ വീടും വളപ്പൊക്കെ എന്തായാണാവോ? ഒരു സമാധാനം ഇല്ല. അമ്മാവ കനകം മെസ്സേജ് അയച്ചേക്ക, അമ്മക്ക് തക്കളി മോളെ കാണണമെന്ന് പറഞ്ഞിട്ട്. ഇത് അമ്മക്ക് കാണാൻ വേണ്ടിട്ടൊന്നുമല്ല, ജമന്തി ചിലപ്പോഴേ തക്കളീനെ കാണാൻ പറഞ്ഞു വാശി പിടിച്ചിട്ടുണ്ടാവും. ചിലപ്പോ അതായിരിക്കും. ഞാൻ ആലോചിക്കായിരുന്നു അമ്മാവ, നമുക്കേ എല്ലാരും കൂടെ ഒരു ദിവസം വിളിച്ച് ഇവിടെ കൂട്ടിയിട്ട് ഒരു വലിയ ആഘോഷം നടത്തിയാലോ? നമ്മുടെ ഇവനും അൻസാറും ഫാസിലും നടരാജനും നമ്മുടെ ഫുൾ ടീമിനെ വിളിച്ചിട്ടേ ഒരാഘോഷം നടത്തിയാലോ? അടിച്ചു പൊളിക്കുന്നത് നമുക്ക് ഒരു ദിവസം. പക്ഷെ അത് നമ്മുടെ ഈ അളിയ കോന്ത ഇല്ലാത്ത ദിവസം വേണം നടത്താൻ. എന്തിന്? അളിയുണ്ടാവണം. അളിയൻ ഇതൊക്കെ കണ്ടിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോണം. നമ്മൾ വന്നതിനല്ലേ. എന്നാ പിന്നെ അങ്ങനെ ഇവിടെ പള്ളിയിലെ വല്ല പെരുന്നാൾ എന്തുണ്ടെങ്കിൽ അന്ന് വിളിക്കാം നമുക്ക്. അത് വേണ്ട, നമുക്കല്ലാതെ അമ്മ എന്താ? എനിക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ചെറുക്കന്റെ കല്യാണക്കാരുമായിരിക്കും, അവനെ പെട്ടെന്ന് കെട്ടിച്ചു വിടണം. നല്ലതാളിയാ, അതവിടെ നിൽക്കട്ടെ. വളർന്നു പോയി ഒരുപാട്. വർദ്ധിച്ചു വരുന്ന ജീവിതചെലവിനെ പറ്റി എനിക്ക് ചർച്ച ചെയ്യാനുണ്ട്. അല്ല, അത് അളിയൻ പറഞ്ഞത് ശരിയാ. ഇപ്പൊ സർക്കാർ മാറിയ പിന്നെ ഉണ്ടല്ലോ എന്റെ അളിയോ ചെലവെന്ന് പറഞ്ഞ അമ്മാവ ഭയങ്കര ചെലവ് തന്നെയാണ്. വിഷമിക്കണ്ട, ഞങ്ങള് പാർട്ടിക്കാരെ സെക്രട്ടറിയേറ്റ് പഠിക്കല ഒരു സമരം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ഹലോ, ഇത് നാട്ടുകാരെ കാര്യമല്ല, പിന്നെ ഈ വീട്ടിലെ ചെലവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ വീട്ടിലെ ചെലവാണെങ്കിൽ അതിന് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. മോൻ എന്നെ വിചാരിക്കണം. വാരി വലിച്ച് ചെലവ് അതിന് എല്ലാവരും ഒരു കൺട്രോൾ ഉണ്ടാവുക. ഹലോ അമ്മാവാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ സീരിയസ് ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ ഡേ കൂടെ വലിച്ച തമാശയായിട്ട് വരരുത്. അല്ല പോലീസോട് തമാശ പറയരുത്, മനസ്സിലായില്ലേ? അല്ല, അതിന് അളിയും പോലീസാണെന്ന് അമ്മാവന് തോന്നണ്ടേ? എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത് ഇവിടെ ഇരിക്കുന്നു നോക്കിയിട്ടാണ്. സ്റ്റേഷനിലേക്ക് ഒന്ന് വാ, തോന്നിച്ചരാ. ക്ലാരേ, ക്ലാരേ, ഇവിടെ വന്നേ. അതെ, നിന്റെ ഈ ആംഗിൾ, അതായത് എന്റെ അളിയൻ ഇവിടെ വന്നിട്ട് 10ന്റെ പൈസ ഈ വീട്ടിൽ ചെലവാക്കിയിട്ടുണ്ട്. അതെന്തിനാ അവൻ ചെലവാക്കണ? അവൻ എന്റെ ആങ്ങളെയല്ലേ? അതെ അളിയോ, എന്താണ് അളിയന്റെ ഉദ്ദേശം? എന്താണ് അളിയന്റെ പ്രശ്നം? എന്താണ് ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കണാണോ? അതിപ്പോ ഒരു കാര്യം ചെയ്യുക, അളിയന് ഇനി പൈസ ചെലവാക്കണതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാടക ഇനത്തിലങ്ങ് വരവ് വെച്ചോ. വാടക? ഏത് വാടക? ഏത് വാടക? എന്ത് വാടക? അല്ല, എന്റെ വീട്ടിൽ കിടക്കുന്നതിന് ഞാൻ വാടക തരണം. എന്തോ എന്റെ വീട്ടിൽ കിടക്കുന്നതിന് എന്ത് മണ്ടത്തിലൊക്കെ ആവശ്യമില്ലാതെ അങ്ങോട്ട് കാട് കയറണ്ട. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇനി ഞാനും എന്റെ കുടുംബം ഇവിടെ താമസിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങിയേക്കാം. അളിയനും അളിയന്റെ കുടുംബത്തിന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിയേക്കാം. അവിടുന്ന് അത് പുളിക്കാനൊന്നുമില്ല, നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇടാം, കഴിച്ചാൽ മതി. പിന്നെ ഉപ്പിന്റെ കുറവുണ്ട്. അങ്ങനെ അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. കണക്ക് പറയണേ. നീ ഒന്നും മിണ്ടാതിരി. പാലിക്കും പോലെ ജോലിക്കും പോലെ വീടിനകത്ത് കയറി കുത്തിയിരുന്നത് കൂടെ കുറെ അലവലാതി അഭയാർത്ഥികളുണ്ട്. അതെ, ചേട്ടനിപ്പോ ആരെയും അലവലാതിന്ന് വിളിച്ചത്? ആരെയാണ് അലവലാതിന്ന് വിളിച്ചത്? എന്റെ അമ്മാവനല്ലേ? എന്റെ അമ്മാവനാണ് ചേട്ടൻ വിളിച്ചത്. ഈ ആളുകൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറരുത്. എന്റെ അമ്മാവനെ പറഞ്ഞാൽ ഞാൻ പറയും. അതിനിപ്പോ എത്ര വലിയ പോലീസ് ആണെങ്കിലും ഞാൻ പറയും. പോലീസിനെ പറയരുത്. പിന്നെ എന്റെ അമ്മാവൻ എന്നെ കാണാൻ വേണ്ടി. അതെ, എന്നെ കുറിച്ച് സംസാരിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പോവാ. അമ്മാവ എങ്ങോട്ട് പോകുന്നു? അമ്മാവ ഇതൊന്നും കേട്ട് കാര്യമായിട്ടില്ല. അതെ, നീ ഇതൊക്കെ കേട്ടും ശീലിച്ചും വളർന്നവനാ. പക്ഷെ അഴകേശൻ അതിന് കിട്ടില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മഹാ തെണ്ടിത്തരമാണ്. നിനക്കറിയാലോ, അപ്പച്ചനും അമ്മച്ചും ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ നമ്മൾ എങ്ങനെ അവിടെ വളർന്നത്? എല്ലാ ദിവസവും വിരുന്നുകാരും സൽക്കാരവും ഇതിങ്ങനെ കണക്കൊന്നും ഈ കുടുംബത്തിലാരും പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മച്ചും വളർത്തിയതിന്റെ ഗുണദോഷമാണ് കാണുന്നത്. അതായത് സൽക്കാരിക്കാം. തല്ലുപിടിക്കണേ വെറുതെ തമ്മി തല്ലിച്ചാവാനായിട്ട് പണിയുന്നുണ്ട്. നീയായിട്ട് ഇങ്ങനെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? നാത്തൂന്റെ കെട്ടിയാനൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നാത്തൂൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേനെ നാത്തൂൻ അത് മനസ്സിലാവും. നിന്നോട് അങ്ങനെ വല്ലതും കാണിക്കണ്ട. നിങ്ങൾ കാണിക്കണേന്റെ അല്ല, ക്ലീറ്റോരെ കൊണ്ട് കൊണ്ടുവരാത്ത ക്ലീറ്റോ. അവനോട് ചൂടാവണ എന്തിനാ? എനിക്ക് വിഷമമുണ്ട്. എന്റെ അമ്മാവനെ നാണം കെടുത്തിയത്. പോലീസുകാരനായി പോയി.
ഇന്നലെ എൻ്റെ വണ്ടി പിടിച്ചായിരുന്നു. എവിടെ സ്റ്റേഷനിൽ സാറ് പിടിച്ചായിരുന്നു. ആ അത് സ്റ്റേഷനിൽ വരാനല്ലേ പറഞ്ഞത്? കഴിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ ബുക്കും പേപ്പറും കൊണ്ടുവരാൻ പറഞ്ഞാല് സാർ. ആ അതുകൊണ്ട് എന്താ സ്റ്റേഷനിൽ വരാനല്ലേ പറഞ്ഞത്? ഇൻഷുറൻസുകാരൻ മുടക്കമുണ്ട്. അത് ശരി, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല, ഇൻഷുറൻസ് മുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിൽ വന്നാൽ മതി. ചെല്ലിപ്പോ. എന്താ പരുങ്ങുന്നെന്താ? കൈക്കൂലിയ എനിക്ക് ആള് മാറിപ്പോയി കേട്ടോ. നീ മേലിൽ ഇത്ര പരിപാടിയുടെ വരും. ഞാൻ സ്റ്റേഷനിൽ പോടോ, ചെല്ലടോ. കൈക്കൂലിയും കൊണ്ടുവന്നേക്കും. പോലീസുകാരാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വില എന്നലേക്ക്. എന്താ കാണിക്കുന്നത്? നീ ഷർട്ട് വിട്ടത്? ഇല്ല, ഞാൻ തരൂല. ആ പിന്നെ അമ്മാവൻ എന്താ ചെയ്യാൻ പോണേ? ഞാൻ പോവാണ്. എന്തിന്? ഞാൻ അനാഥനൊന്നല്ല, എനിക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ ഇവിടെ ആരാ പറഞ്ഞത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. എന്തിനടി അവന്റെ മുഖം കണ്ടോട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്? എന്താ അവൻ പറഞ്ഞ്? അവന്റെ ആങ്ങളെയോ ഭാര്യയോ കുട്ടികളോ വന്നാൽ കുഴപ്പമില്ല, ഇതൊന്നല്ലാത്ത ഏതോ അലവലാതി വലിഞ്ഞു കയറി വന്നു എന്നല്ലേ പറഞ്ഞ്? എന്നല്ലേ പറഞ്ഞത്? വന്നിട്ട് ദേഷ്യത്തിന് പറഞ്ഞല്ലേ? ആ ദേഷ്യം വരുമ്പോ അങ്ങനെ എന്ത് തുറന്നു പറയാം? അങ്ങനല്ല, ഞാൻ പറയട്ടെ. ഇതിപ്പോ ക്ലീറ്റോന്റെ പെങ്ങളാണ് പറയണെങ്കിൽ അമ്മാവനെ കാണിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. ഇതിപ്പോ എങ്ങാണ്ടെന്ന് വന്ന അയാൾ വലിഞ്ഞേറി വന്നതല്ലേ, അയാൾ ഭാര്യ വീട്ടിലല്ലേ താമസിക്കുന്നത്, നമുക്ക് അങ്ങനെ വാദിക്കാലോ. അതിപ്പോ പറയണം, എന്റെ കെട്ടിയം പറയണം. ഞാൻ പറഞ്ഞില്ലേ എടി എന്നെ അലവലാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഈ സ്ഥാനത്ത് കനകനാർന്നുണ്ടല്ലോ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി SI അല്ല കളക്ടർ ആണെങ്കിൽ അവന്റെ ചെവിടത്തടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇവിടെ ആരുമില്ലോ ചോദിച്ചാലും പറയാനും. പിന്നെ ഞാൻ എന്തിനോട് തല്ലിടിച്ചത്? ഞാൻ അമ്മാവന് വേണ്ടിട്ടല്ലോ. ഈ ചോരയാണ് എനിക്ക് തോന്നി. പക്ഷെ ഒരിക്കൽ ഞാൻ സമ്മതിക്കൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അഴകേശൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മാറാം. അമ്മാവ പോവല്ലേ അമ്മാവ, ഞാൻ കാല് പിടിക്കാൻ. തങ്ക മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുതുള്ള കാര്യം പറഞ്ഞുതരാം ഞാൻ. ഏത് കാലത്തെ ഞാനൊന്നും ഏത് കാലത്ത് ഒന്നും പറയണ്ട. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. അത് ഞാനൊരു കാര്യം തീരുമാനിച്ച അതിന് മാറ്റമില്ല പറഞ്ഞ മാറ്റമില്ല. അമ്മാവ എനിക്കപ്പോ ആരാളുള്ളത്? എനിക്ക് കൂട്ടിന് ഇവിടെ ആരാളുള്ളത്? ക്ലീറ്റന്റെ പെങ്ങളും പിള്ളേരും എല്ലാരും ഉണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കാവും. എന്റെ കെട്ടിയുണ്ട്. നീ വിളിച്ചു പറഞ്ഞോ? എന്റെ ആങ്ങളെ വരുമല്ലോ. ഞാൻ പറയണ കേൾക്കമ്മ. കനകനെ വിളിച്ചു പറ, അവൻ വരുന്നു. വേണ്ട അമ്മ, ഇങ്ങനെ പിണങ്ങി പോയി എനിക്ക് വിഷമാ. വിഷമില്ല. ഞാൻ പറയണ കേക്ക്, ഞാൻ പറയണ കേക്ക്. വേണ്ടാന്ന് പറഞ്ഞ വേണ്ടാന്ന്. അമ്മാവ ഈ ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കാൻ. ഞാൻ മാറൂല. ഞാനിവിടെ നിൽക്കില്ലെന്ന്. വേണം, നിക്കണം. അമ്മാവന് എവിടെ പോണം അമ്മാവാ? എന്റെ വീട്ടിലേക്ക്. എന്തിന്? ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കണേ? അല്ല, ആരെങ്കിലും എന്തേലും വിടുവായത്തരം പറയുന്നുണ്ട്. അമ്മാവ് ഇതും ഭാര്യ കിട്ടിയത് എവിടെ പോണേ? ആരെങ്കിലും എന്തെങ്കിലോ? നിന്റെ അളിയനല്ലടാ പറഞ്ഞു. ഞാൻ കേറി വന്ന അലവലാതിയാണെന്ന് അല്ലേ? അയാളുടെ സ്വഭാവം. എങ്ങനെ ക്ഷമിക്കലടി? ഒന്നുമില്ലാണ്ട് വലിഞ്ഞേറി വന്നോന്നല്ല ഞാൻ. നിങ്ങളെ നമ്പിയിട്ടല്ലേ, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന്. മറുപടി പറയും. അല്ല, അയാള് പറഞ്ഞതും പറഞ്ഞു ഇത് എനിക്കിവിടെ അവകാശപ്പെട്ട വീടല്ലേ അമ്മാവ? എടാ, വീട് അവകാശപ്പെട്ടാണ് ശരിയാ. അതിന് വേണ്ടിയിട്ട് 10-15 ദിവസമായില്ല ഇവിടെ വന്നിക്കണു. അയാൾ പറഞ്ഞത് ശരിയല്ലേ? 10 പൈസ കുടുംബത്തൊരു ചെലവിന് നീ കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അയാളുടെ ഓസിയല്ലേ ഞണ്ണി കുടിക്കുന്നത്? അതമ്മാവ് ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാ. ഈ പൈസ നമ്മൾ ചെലവാക്കാതെ അയാൾ മുഴുവൻ ചെലവാക്കി വരുമ്പോ അയാൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോ അങ്ങ് പൊക്കോളം വിടുന്നത്. എത്ര ദിവസമായാലും ശരി, ഓസിക്ക് ഞണ്ണി ശീലായി. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ക്ലീറ്റോ എന്നും നന്നാവും. ക്ലീറ്റോ ഒരു തരി നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടില്ലേ ഒന്ന് അധ്വാനിച്ച് ഒരു 100 രൂപ കൊണ്ടു തരണോന്ന്? അമ്മാവ പിള്ളേരെ പോലെ ഇതിപ്പോ തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. വരും, കാശ് വരാനുണ്ട്. ഇപ്പൊ അതും പറഞ്ഞു കേൾക്കണില്ല. അല്ല, സത്യമായിട്ട് വരാനുണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. അത് സത്യം വരും. എന്ത് കാശ്? അമ്മയുടെ പെൻഷൻ കാശ് വന്നില്ലല്ലോ നമുക്ക്. ദൈവമേ, അമ്മയുടെ പെൻഷൻ കാശ് ഇനി വരൂല്ല ക്ലീറ്റോ. അത് എനിക്ക് തരണ്ടാന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടാ പോന്നെ. എന്താണ് നീ ഇതിന് അങ്ങനെയൊക്കെ പറയാൻ പോയ? നമുക്ക് അവകാശപ്പെട്ട പൈസകളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതോ? അല്ല, നിനക്ക് ക്ലീറ്റോന് നന്നാവാൻ തീരുമാനമുണ്ടോ? എനിക്കത് പറയണം. നിങ്ങളിത് എന്താണ്? അവര് പറയണേൽ എന്ത് തെറ്റുണ്ട് ക്ലീറ്റോ? 1 രൂപ കൊണ്ട് കൊടുത്തിട്ടില്ല. 1 രൂപ ചേച്ചിയുടെ കയ്യിൽ. നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞിട്ട് തന്നെ ഇരിക്കും. ഇവണ്ടോ നേരെ ആവണു. അതെ, എനിക്ക് അയാളുടെ ഓസി ഇവിടെ തിന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പോവാ. ക്ലീറ്റോ മറുപടി പറയുന്നു. എനിക്ക് എന്റെ വീട്ടുകാരെ വിളിച്ചിങ്ങനെ നാണം കെടുത്താൻ എനിക്ക് പറ്റില്ല. ക്ലീറ്റോന് പൈസ കൊണ്ട് തരാൻ പറ്റും ഇവിടെ ചെലവിന്? പൈസ ഞാൻ ഒരു ശ്രമം നടത്തിയാ പോരാ. അമ്മാവ എങ്ങും പോണ്ട. എന്ത് പോണ്ട? ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ടൊന്നും ഇവിടെ ചെലവ് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. നിന്റെ ചെലവിലാണ് ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പണിയൊക്കെ പോകും. ശരി.
അങ്ങനെയാണെങ്കിൽ ആ കാരണം കൊണ്ട് അമ്മ അവനങ്ങ് മോണ്ട പൈസ ഉണ്ടായിക്കൊണ്ടേ വരുവുള്ളൂ ഇനി ഇനി മനസ്സിലെ കാര്യം ദൈവത്തിനറിയാം നടക്കും. ഞാൻ മനുഷ്യനൊന്ന് കാണും. ഈ പെണ്ണ് ഇത് എവിടെ പോയി കിടക്കുക? നീ എന്താ ഈ താളിക്കല്ലിമ്പര് തവള കയറിയിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കണ? എന്തേ ക്ലീറ്റ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലാന്ന്. അതിനെന്താ അങ്ങോട്ട് വരും? വരും. എത്ര നേരമായിട്ട് എന്താ വരാത്ത? എപ്പോ പോയതോ ക്ലീറ്റോ? എടി അവന്റെ നാടല്ലേ, അവൻ പുറത്തിറങ്ങിയപ്പോ ഏതെങ്കിലും കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവും. അമ്മാവ ക്ലീറ്റോന് ഇവിടെ വലിയ പരിചയമൊന്നുമില്ല അമ്മാവ. പരിചയല്ലേ അവന്റെ നാട്ടിലോ? എടി ഇപ്പൊ നീ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നാ മതി, ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു വിട്ടതല്ലേ. അതിന് ഫോൺ വിളിച്ചാൽ എടുത്താലെന്താ? എന്തൊരു നേരമെന്നറിയോ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. എടി അത് എന്നോട് പിണങ്ങി പോയതല്ലേ, ഇപ്പൊ ഒരു കാരണം കൂടിയായി. പിന്നെ പിണങ്ങി പോണത് ആദ്യല്ലേ? നീ പേടിക്കണ്ട, അവൻ വല്ല കള്ള് ഷാപ്പിലോ അല്ലെങ്കിൽ ബാറിലോ ഉണ്ടാവും. ഇവിടെ വന്നിട്ടും കൂടി തുടങ്ങിയോ? ഒന്ന് പോയി തിരക്കമ്മാവാ. എടി എനിക്ക് ഇവിടുത്തെ കള്ള് ഷാപ്പൊന്നും അറിയില്ല, സത്യം. ഞാൻ തോറി പോയി തിരക്കാനല്ല പറഞ്ഞത്. എനിക്ക് ഒരാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല കേട്ടോ, ഈ നാട്ടിലും ഇല്ല വീട്ടിലും ഇല്ല. എടി ഞാൻ എങ്ങനെ പോയി അന്വേഷിക്കാ? ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയാൽ തന്നെ എന്താ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടെ? വീട് മാറി കയറിയിട്ട് മനുഷ്യനെ ഞാൻ കൊല്ലും. എന്തൊരു നേരം ഫോൺ ചെയ്ത് വിളിക്കോ ഞാൻ? ആ ഫോൺ ഞാൻ ഇച്ചിരി തിരക്കിലായി പിടിച്ചേ. എന്താ കവറൊക്കെ ആയിട്ട്? ഇതാരെന്നറിയാമോ? നമ്മുടെ സിസ്ലി ചേച്ചിയുടെ ചെറുകുട്ടിയാ, ജോണി. ജോണി നീ എന്താ ഓട്ടോ വിളിച്ചിട്ട്? അല്ല ഞാൻ ഓട്ടോയിൽ ഇതിന് വന്നിട്ടില്ല. അമ്മ ആദ്യമായിട്ടാ ഞാൻ ഓട്ടോ പറഞ്ഞ. വേണ്ട ബാക്കിയുണ്ട. ആ കേട്ടോ, ഞാൻ വിളിച്ചോളാം കേട്ടാ. ഓക്കെ. അത് പൊട്ടി താഴെ വീടരുത്. ആലീസ് നിന്റെ ഡാഡി ഉണ്ടോ? ഡാഡി ഉണ്ടായാലും വിളിച്ചിരുത്തി ആട്ട് പൊട്ടി താഴെ അവള് പറഞ്ഞാൽ ഉത്തരം പറ. നീ അവിടെ ഇത്ര നേരം പൊക്കോളണം. ഞാൻ ഗൾഫിൽ ദുബായിലൊന്നും അല്ലല്ലോ പോയത്. ഫോൺ എടുത്താൽ എന്താണ്? ഫോൺ എടുക്കാൻ ഞാൻ ഇത്തിരി തിരക്കുള്ള സാഹചര്യങ്ങളിലായിരുന്നു, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പിന്നെ പറ്റില്ല. മന്ത്രിയല്ലേ തിരക്കാവാനായിട്ട്? അല്ലല്ല, അവന് നിന്റെ ഉപദേശം കേട്ട ഉത്തരവാദിത്തം കൂടി ഉണ്ടാവും. എന്നിട്ട് പോയ വഴിക്ക് ജോലി കിട്ടിയോ? സാധനം കണ്ടല്ലോ. എടീ ഇത് പച്ചക്കറി കടയിൽ കാശ് കൊടുത്ത് മേടിച്ചത്. പൈസ കൊടുത്ത് മേടിച്ചു. എങ്ങനെ എവിടുന്ന് കിട്ടി? അമ്മാവാ, ഈ ക്ലീറ്റോ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിട്ട് ഒന്ന് മൂളിയാ ഒരുപാട് പേര് പൈസ മുടക്കാൻ തയ്യാറായി നിൽക്കുക. അതിന്റെ ഭാഗമായിട്ടാണെന്ന് കൂട്ടിക്കോ. എന്നാലും നീ തെളിച്ചു പറ. ചുമ്മാ എന്ത് ചോദിച്ചിട്ട് അവനൊന്നും പറയണില്ലല്ലോ അത് എവിടുന്നാന്നൊന്നും. നിങ്ങൾ എന്താണ് ഇത് എസ് ഐ സർക്കിളും പ്രതി ഇടവും പോലെ നിന്ന് ചോദ്യം ചെയ്യും പോലെ? എന്റെ ജന്മനാട്ടിൽ എനിക്ക് എവിടെ പോകൂടാ? നീ വന്നാ നീ ആ ഫോൺ എന്തിനുകൊണ്ട് നടക്കണേനൊക്കെ? എത്ര നേരമായി ആ പെണ്ണ് വിളിക്കണേന്ന് അറിയാമോ? എന്റെ ഭാര്യയല്ലേ, അവക്കറിയാം. ഞാൻ വിളിച്ച തിരക്കാണെങ്കിൽ എടുക്കില്ല എന്ന് അവക്കറിയാം. ഞാൻ വേറെ കുറെ തിരക്കട്ട പരിപാടിയിലാണ്. ഇത് കൊണ്ടുപോയി നിന്റെ കെട്ടിയാണ് നീ കാഴ്ച വെക്കണം. ഇത് കേട്ടാ, കണ്ണ് നിറയെ കാണട്ടെ. അവൻ തിന്നണതിന് കണക്ക് പറഞ്ഞേക്കണം. എന്തൊക്കെ ഉണ്ടെന്നല്ല നീ എഴുതി വെച്ചിട്ട് വേവിച്ചാ മതി. ആഹാരം കഴിക്കുന്നതിന് കണക്ക് പറയണം. ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ കളഞ്ഞു കിട്ടിയടി. കാശ് കൊടുത്ത് മേടിച്ച് കൊണ്ടുപോയി. തമാശ പറയല്ലേ? തമാശ കൊണ്ട് വേവിക്ക് പോ. എന്തായാലും നന്നായി. പയറ് തോരൻ വെക്കാനാണ് കേട്ടോ. എന്താ പ്രശ്നം? ആർക്ക് പ്രശ്നം? ക്ലീറ്റോന്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? നീ എവിടേക്കാ പോയി? അമ്മാവാ, ഞാൻ പോയി എന്റെ കുറെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. ഇതാ എന്തിനാ പൈസ എന്തിനാണ് ചെലവാക്കാൻ? ആവശ്യങ്ങൾ ഉണ്ടാവൂലേ, ചെലവാക്കിക്കോ. അല്ല നീ ഇപ്പൊ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇത്ര നേരത്തിന്റെ ഉള്ളിൽ എങ്ങനെയാ ഇപ്പൊ ഇതെന്നാ ചോദിക്കണേ ഞാൻ. എവളുടെ സ്ഥലമായ തിരുവനന്തപുരത്ത് ക്ലീറ്റോയ്ക്ക് പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, പിന്നെയാണ് ജന്മനാട്ടില് പൈസക്ക് ബുദ്ധിമുട്ട്. എടാ എന്ത് ജന്മനാടായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി എങ്ങനെ കാശ് കൊണ്ടുവരാൻ അവിടെ നോട്ട് കഴിക്കണ മരമൊന്നും ഇല്ലല്ലോ. പാലായിൽ അങ്ങനെ ഒരു മരമുണ്ട്, പക്ഷെ അതിവിടെ ആർക്കും അറിഞ്ഞൂടാ. ക്ലീറ്റോയ്ക്ക് മാത്രമേ അറിയാവൂ. ക്ലീറ്റോ ആ മരത്തിൽ നിന്നുള്ള മുഴുവനും പറിച്ചോണ്ടെന്നാണല്ലോ ഇവിടെ പൈസ കൊണ്ടങ്ങ് നിറയും. ഇത് 500 രൂപയുണ്ട്. ഓ കുറഞ്ഞു പോയല്ലേ? എന്നാ ഈ 500 കൂടെ വെച്ചോ, ഇരിക്കട്ടെ. എടി ചൂടുവെള്ളം ഉണ്ടോ? കുടിക്കാനല്ല, കുളിക്കാനാ. ഇതിനൊന്ന് ചൂടാക്കി എടുത്തേ പോയേ. ചൂടുവെള്ളത്തിൽ വെള്ളം കുളിക്കാൻ ചുമ്മാ രസം, ഒരു കമ്പനിക്ക്.
എവിടുന്ന് അവൻ എത്ര പെട്ടെന്ന്? ടീച്ചർ അത് പുതിയ നോട്ടാവുകൊണ്ട് ഇപ്പൊ കള്ളനോട്ടാണോ നല്ല നോട്ടാണോന്നും കൂടി തിരിച്ചറിയില്ലോ. എന്തായാലും നന്നായാ മതി. അല്ലല്ലോ നിങ്ങളാണോ ക്ലീറ്റസ്? ചെടിയെല്ലാം ഉണങ്ങി ഞാൻ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. വെള്ളം ഞാൻ നിലച്ചോ താവിടെ വരാൻ. ചെടിക്ക് വെള്ളം കൊടുക്കണം. ഇതെന്താ ഇത്? അതിന്റെ വെള്ള പേപ്പർ നിന്നോട് ചോദിച്ചോ? എന്നോട് ചോദിച്ചില്ലോ എന്താണത്? ഇപ്പൊ അവള് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും വെള്ള പേപ്പർ തന്നെയാണല്ലോ. ഈ വെള്ള പേപ്പറിൽ എന്താ എഴുതിയെന്ന് ഞാൻ ചോദിച്ചു. ഇതിനകത്ത് എഴുതിയിരിക്കണത് എങ്ങനെ കണ്ടുപിടിക്കാൻ? നമ്മൾ മെജീഷ്യൻ ഒന്നും അല്ലല്ലോ. ഞാൻ നോക്കാം. എന്താ പോലീസ് സ്റ്റേഷൻ. പ്രിയപ്പെട്ട ASI പൗലോസ് തരകൻ അളിയൻ അറിയുന്നതിന് ഈ എഴുത്തുമായി വരുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അളിയൻ വേണ്ടത് ചെയ്തു കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് വിശ്വസ്തയോടെ ക്ലീറ്റസ് അളിയൻ. എങ്ങനെ ധൈര്യം വന്നോ നിനക്ക്? എന്തോ ഇതിനിപ്പം എന്താണ് ഇതിലിപ്പോ പ്രശ്നം? എന്താ പ്രശ്നം? അതിലെന്താ തെറ്റ്? അതെ, ഇതിപ്പോ കൊറേ നേരമായി എഴുത്ത വെള്ള പേപ്പർ എന്നൊക്കെ പറയണു. എന്താണെന്നുള്ളതൊന്ന് വ്യക്തമാക്കി പറ. ഇതിപ്പോ എന്താ സംഭവം? ആരാക്കി കൊടുത്ത? ഇത് ഇന്നലെ ഞങ്ങൾ പട്രോളിങ്ങിനിടയ്ക്ക് ഒരുത്തൻ വെള്ളം ഒഴിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വന്നു. അവിടെ പിടിച്ച ബുക്കും പേപ്പറൊക്കെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അവന് രാവിലെ ഇവിടെ വന്നിട്ടായിരുന്നു എന്നെ സ്വാധീനിക്കാൻ. അവന് ലെറ്റർ കൊടുത്ത് വിട്ടിരിക്കുക, റെക്കമെൻഡ് ലെറ്റർ. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് 3000 രൂപ വാങ്ങി. അങ്ങനെ പറയരുത്. വാങ്ങിയതല്ലടി, അയാൾ തന്നതാ. അതെന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു. എന്റെ അളിയാ, ഇതിലിപ്പോ എന്താ എത്ര തെറ്റ്? അത് തെറ്റല്ലേ? ഇതിലെന്താ അളിയാ തെറ്റ്? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇതിലിപ്പോ അയാൾ എൻ്റെ അടുത്ത് തോന്നുന്നു ഞാനൊരു കത്ത് കൊടുത്തു. ഞാൻ എഴുതി പ്രിയപ്പെട്ട ASI പൗലോസ് അളിയന്. അളിയൻ എനിക്ക് പ്രിയപ്പെട്ടതല്ലേ, അതിൽ തെറ്റുണ്ടോ? പിന്നെ വേണ്ടത് പോലും ചെയ്തു കൊടുക്കാന്ന് എഴുതി. അതിലെന്താ തെറ്റ്? വിശ്വസ്തയോടെ ക്ലീറ്റസ് അളിയൻ. അതൊന്നും തെറ്റല്ല. എന്താ അളിയാ തെറ്റ്? ഈ പേര് പറഞ്ഞ് ക്ലീറ്റോ തന്നെ കരക്കാട്ടോ പൈസ മേടിക്കണേ. തങ്കം പിന്നെ അങ്ങനെ മേടിച്ചെന്ന് പറയല്ലേ. അയാൾ എന്നോട് പറഞ്ഞ ചേട്ടാ ഇത് ഇരിക്കട്ടെ, ഇത് വെച്ചോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ വെച്ചോ എന്ന് പറയുമ്പോ പോക്കറ്റ് വെച്ചു. അതെന്തിനാ ചെയ്തെന്ന് ചോദിക്കുന്നത്. എന്റെ അളിയാ, വീട്ടിൽ കയറി വരുന്ന മഹാലക്ഷ്മിയെ നമ്മൾ അങ്ങനെ തട്ടിക്കളയരുത്. മഹാലക്ഷ്മി പിണങ്ങി പോകും, പിന്നെ വരൂല. അതാ അളിയനാണ് ഇപ്പൊ ഈ പൈസ കെട്ടി അളിയൻ വാങ്ങിക്കല്ലോ. അളിയപ്പോ അളിയാണ് എന്തിനാണ് ഈ പണിക്കൊക്കെ പോണേ? ഇനി ഇതിന് കേൾക്കാം. പോടാ കഷ്ടം വയ്ക്കോ തലയാ. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക. ചെടിയല്ല ഒരു കാര്യം ചോദിക്കാനുണ്ടേ. എന്താടി? ഞാൻ എന്താ ചെയ്യണ്ടേ? എവിടെയെങ്കിലും കൊണ്ടൊന്ന് അടക്കിരുത്തട്ടെ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ എവിടെ ചെന്നാലും നന്നാവൂല. പാലയല്ല, ഇനി തിരുവനന്തപുരം അല്ല, നായ നടുക്കടലും ചെന്നാലും നക്കിയ വെള്ളം കിട്ടും.